അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, ഒരുപാട് നല്ല ഗാനങ്ങൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരു എളിയ പാട്ടുകാരനാണ് ഞാൻ. എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച നല്ലവരായ എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതിനൊക്കെ ഉപരിയായി എന്നിലെ കലാകാരനെ ഒരുപാട് നല്ല മ്യൂസിക് രചിച്ച് സഹായിച്ച ഒരുപാട് നല്ലവരായ സുഹൃത്തുക്കളുണ്ട്. അതിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് കൊല്ലം ഷാഫി. നിങ്ങൾക്കൊക്കെ അറിയാം, ഷാഫി നല്ലൊരു പാട്ടുകാരനാണ്. അതിലൊക്കെ ഉപരിയായി നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു മ്യൂസീഷ്യനാണ്. ഞാനിതൊരു ഒരാളെ തമാശക്ക് പറയുകയല്ല. കാരണം ഞാൻ ഇപ്പോൾ പാടിയ ഈ താജ്ദാരെ മദീന എന്ന ആൽബം നിങ്ങൾ കേട്ടാൽ അത് പറയും. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് പാടിയൊരു ഗാനമാണ് താജ്ദാരെ മദീന എന്നുള്ളൊരു ഗാനം. അത് ഞാൻ അതിശയോക്തി പറയുകയല്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പാട്ടിൽ ഒന്നായിരിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കണം. ഏറെ ഹൃദ്യമായ ഗാനമാണ് കൊല്ലം ഷാഫി ഇതിൽ രചിച്ച് സംഗീതം ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം ഷാഫി എന്ന ഗായകന് നിങ്ങൾ കൊടുത്ത അംഗീകാരം, അതിലൊക്കെ ഉപരിയായി ഈ എഴുത്തിലൂടെ സംഗീതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മറക്കാതെ നിങ്ങളെല്ലാവരും വാങ്ങണം, കേൾക്കണം. താജ്ദാരെ മദീന നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനവും വേണം. താങ്ക് യു. ഷാസ് ക്രിയേഷൻസിൻ്റെ ബാനറിൽ താജ്ദാരെ മദീന എന്ന ഒരു ഓഡിയോ പ്രോഗ്രാമിനെ പറ്റി 2 വാക്ക് പറയാൻ വേണ്ടിയാണ്. ധാരാളം ഓഡിയോ കാസറ്റിൽ പാടിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഇതെനിക്ക് പറയേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഈ ഓഡിയോ പറ്റി ഞാൻ സംസാരിക്കുന്നത്. കാരണം എല്ലാ ആളുകളും പ്രേമപ്പാട്ടും അപ്പാട്ടും ഇപ്പാട്ടും എല്ലാം പാടി ഒരു തരത്തിലാക്കി വെച്ച പല ഗായകരുണ്ട്. ആ തരത്തിലാക്കി വെച്ച പല ഗായകരും ഒരവസരം കിട്ടാത്ത, അവർക്ക് കിട്ടിയ അവസരം പ്രേമപ്പാട്ട് പാടാനും മാത്രമായിരുന്നു. അങ്ങനെയുള്ള ഒരു പാട്ടുകാരൻ ഒരു മഹാപ്രതിഭയായി എന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ താജ്ദാരെ മദീന എന്ന ഈ പ്രോഗ്രാമിലെ കൂടി വന്നിട്ടുള്ളത്. കാരണം കൊല്ലം ഷാഫി എന്ന ആ പാട്ടുകാരൻ, ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു എഴുത്തുകാരനുണ്ട്, വലിയൊരു സംഗീതജ്ഞനുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഈ താജ്ദാരെ മദീന. ഈ കൊല്ലം ഷാഫി തന്നെ എഴുതി അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത 10 പാട്ടടങ്ങുന്ന ഒരു ഓഡിയോ CD-യാണ് നിങ്ങളുടെ മുമ്പിൽ ഈ പെരുന്നാൾ അവസരത്തിൽ കേൾക്കാൻ പോകുന്നത്. ഇത്രയും നന്നാക്കിയൊരു ട്യൂൺ ചെയ്യാനും ഇത്രയും നല്ല ഭംഗിയായിട്ട് ഭക്തിപരമായിട്ടുള്ള ഒരു മുസ്ലിം ഭക്തിഗാനം എഴുതാനും കഴിവുള്ള ഈ ഗായകൻ, നമ്മളെല്ലാവരും ആ ഗായകനോട് ചെയ്ത് തെറ്റ് എന്തെല്ലോ പാട്ട് അദ്ദേഹത്തിനെ കൂടി പാടിച്ച് ഒരു നല്ലൊരു കലാകാരനെ നേരത്തെ നമുക്ക് കിട്ടേണ്ട ധാരാളം ഇത്തരത്തിൽ ഇറങ്ങാൻ പടി പോകുന്ന ഈ തരത്തിലുള്ള പാട്ടുകൾ കിട്ടേണ്ട ഇത്രയും നല്ലൊരു കലാകാരനെ നമ്മൾ ഈ പ്രേമത്തിൽ മാത്രം ഒതുക്കി നിർത്തിയത് വലിയൊരു തെറ്റാണ്. എനിക്ക് ഏറ്റവും ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത് 72 വയസ്സ് പ്രായമുള്ള ഞാനാണ്. ഇത്രയും കൊല്ലങ്ങളായി പാടിയ ഞാനാണ്. ഈ ഇളം തലമുറയിൽ ഈ തരം ഉള്ള ഒരു കലാകാരൻ എഴുതി ട്യൂൺ ചെയ്ത ആ പാട്ട് എനിക്ക് എന്നെക്കൊണ്ട് പാടിക്കാൻ മനസ്സ് വന്ന ഈ കൊല്ലം ഷാഫിനോടും ഷാസ് ക്രിയേഷൻസിൻ്റെ അതിൻ്റെ ഓണർമാരോടും വളരെ കടപ്പെട്ടിരിക്കുന്നു. അത്രയും ഭംഗിയുടെ അതിനകത്ത് ഞാൻ മാത്രമല്ല, അതിൻ്റെ അകത്ത് കണ്ണൂർ ഷെരീഫ് അങ്ങനെ പല നല്ല അറിയപ്പെടുന്ന പല പാട്ടുകാരും അതിനകത്ത് പാടി, എല്ലാവരും ഓരോരോ പാട്ട് ഷാഫി എല്ലാവരെ കൊണ്ടും പാടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പാട്ട് ഇതിൽ പാടിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താജ്ദാരെ മദീന എന്ന ഇതിനകത്തുള്ള മുഴുവനും പാട്ടുകളും നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇനി മേലിൽ അങ്ങോട്ട്
അത് എഴുതാനും അത് ട്യൂൺ ചെയ്യാനും മറ്റ് പല നല്ല പാട്ടുകാരെ കൊണ്ട് പാടിച്ചിട്ട് അത് ജനങ്ങളെ കേൾപ്പിക്കാനും അതിനൊരു ഭാഗ്യമുണ്ടാവട്ടെ, അതിനൊരു ആരോഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷാസ് ക്രിയേഷൻസിൻ്റെ എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. शाह हिंदल वली ख्वाजा सामने तो जरा जा. താജ്ദാരെ മദീന എന്ന ആൽബത്തിൽ പ്രസിദ്ധ ഗായകരായ കണ്ണൂർ ഷെരീഫ്ക്കയും മൂസ എരഞ്ഞൊളിയും പിന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഷാഫി കൊല്ലം ഈ താജ്ദാരെ മദീന എന്ന സംഗീത വിരുന്നിൽ ഇവരോടുകൂടെ ഒരുമിക്കാൻ സാധിച്ചതിൽ ഞാൻ ഇന്ന് ഏറെ സന്തോഷിക്കുന്നു. തീർച്ചയായും ഇതിലെ ഗാനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അത്രയും അതിമനോഹരമായിട്ടുള്ള ഒരു സംഗീത ശില്പമാണ് ഈ താജ്ദാരെ മദീന. ഒരുപാട് വർഷമായിട്ട് പരിചയമുള്ളതാണ് എനിക്ക് ഷാഫിയെ. പക്ഷേ എൻ്റെ സുഹൃത്ത് അവൻ ഹിറ്റായി തുടങ്ങിയത് അന്ന് മുതൽ എനിക്കെന്താ ഒരു പാട്ട് തരാതിരുന്നതെന്ന് കുറച്ച് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ളൊരു നല്ല ഒരു വർക്കിൽ എന്നെ ഉൾപ്പെടുത്തിയത് ഞാൻ വളരെ അതിയായി സന്തോഷിക്കുന്നു. ആ കാര്യത്തിൽ എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയ സുഹൃത്ത് കൊല്ലം ഷാഫിയുടെ അതിമനോഹരമായ സംഗീതത്തിലും രചനയിലും പിറന്ന താജ്ദാരെ മദീന എന്ന ഈ ആൽബത്തിൽ ഒരു ഗാനം ആലപിക്കാൻ ഷാഫി എനിക്കൊരവസരം തന്നു. നമസ്കാരം, എൻ്റെ പേര് ശശി കൃഷ്ണൻ. താജ്ദാരെ മദീന എന്ന ഭക്തിഗാന ആൽബത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ ഞാൻ സർവശക്തനായ അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്. ഈ ആൽബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഒരു സിറ്റുവേഷനിൽ നിന്ന്, അടിപൊളി ഗാനങ്ങൾ മാത്രം ആസ്വദിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മുഴുവനായും ഒരു ഭക്തിഗാനം രൂപത്തിലാണ് ഈ ആൽബം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തത് ഷാഫി കൊല്ലമാണ്. ഷാഫി കൊല്ലം തന്നെയാണ് ഇതിൻ്റെ വരികളും. ഷാഫിയുടെ കൂടെ ഒരു 6 കൊല്ലത്തോളമായിട്ട് ഞാൻ ഷാഫിയുടെ അധിക ആൽബങ്ങൾക്കും ഓർക്കസ്ട്രേഷൻ ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ച ആളാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ പൂർണ്ണമായ ഭക്തിയോടുകൂടി തന്നെ ഈ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ വരികളിലും അതിൻ്റെ സംഗീതത്തിലും വളരെ വ്യത്യസ്തത പുലർത്തി വന്നൊരു ആൽബമാണെന്ന് ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാം. അതിലുപരി പഴയ തലമുറയും പുതിയ തലമുറയും ഒന്നിക്കുന്നൊരു ആൽബം കൂടിയാണിത്. കാരണം ഷാഫി ഷെരീഫിനോടും ഷാഫിയോടൊക്കെ ഒപ്പം മാപ്പിളപ്പാട്ടിൽ സുൽത്താൻ എന്നറിയപ്പെടുന്ന എരഞ്ഞോളി മൂസക്ക ഇതിൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം മൂസക്കേൻ്റെ കൂടെ മൂസക്ക പാടുന്നൊരു ആൽബത്തിന് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു വലിയ ഭാഗ്യമായിട്ട് കണക്കുകൂട്ടുന്നു. അതിലുപരി ഇന്നത്തെ ഈ അടിപൊളി കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഭക്തിഗാനം ചെയ്യണം എന്ന് ധൈര്യം കാട്ടിയ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ ആദ്യമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ്, അവരോട് നന്ദി പറയുകയാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഷാഫി കൊല്ലം വളരെ ശ്രദ്ധിച്ച്, കാരണം ഇതിലെ പാട്ടുകൾ നിങ്ങൾക്ക് കേട്ടാൽ അറിയാം, എല്ലാം പക്ക രാഗം ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് അധികം ഉള്ളത്. അപ്പം ഷാഫിയുടെ ഒരു ഇതിൽ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും വലിയ റിസ്ക് എടുത്ത് ചെയ്തൊരു കാര്യമാണ്. കാരണം എല്ലാം ശുഭവന്തരാളി രാഗത്തിലും പിന്നെ അതുപോലെ ശിവരഞ്ജിനി രാഗത്തിലും
അതുപോലെ അങ്ങനെ ജോഗ് രാഗത്തിലൊക്കെ ആ റൂട്ടിലൊക്കെയാണ് ഇതിൻ്റെ പാട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടുകൾക്ക് ഭയങ്കര ജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഷാഫി അത്രയും റിസ്ക് എടുത്ത് അത്രയും നന്നായിട്ട് അത്രയും വൃത്തിയായിട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്തൊരു ആൽബം കൂടിയാണ് ഇത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കേൾക്കണം, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. നിങ്ങളുടെ അനുഗ്രഹവും പ്രോത്സാഹനവുമാണ് ഈ ആൽബത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ എല്ലാവരെയും അനുഗ്രഹിക്കുക. തീർച്ചയായും നിങ്ങൾ ഈ ആൽബം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഞങ്ങൾ അനുഗ്രഹിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് നിർത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് മഹേഷാണ്. ഞാൻ സൗണ്ട് എഞ്ചിനീയർ VM മീഡിയ സ്റ്റുഡിയോ കോഴിക്കോടുള്ള. കഴിഞ്ഞ 5 വർഷമായിട്ട് ഷാഫിയുടെ കുറേ വർക്കുകളും കുറേ ഹിറ്റ് വർക്കുകൾ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഷാഫി ഇവിടെ തന്നെയാണ് പാടാറ്. പക്ഷേ ഈ ഒരു വർക്ക്, ഈ താജ്ദാരെ മദീന എന്ന് പറഞ്ഞാൽ ഇത്രയും ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചിട്ട് ഇത്രയും ലൈവായിട്ട് ഒരു റെക്കോർഡിങ് നടത്തിയ ആദ്യത്തെ ഒരു വർക്കാണ്. അത് ഭയങ്കര ഡിഫറെൻ്റാണ് വർക്ക്. ഓരോന്നും പാടിയത് ഓരോരോ സിംഗേഴ്സ് വന്ന് പാടിയതും അവർക്ക് പാടാൻ പറ്റിയ മാക്സിമം ലെവലിൽ അവർ പാടിയിട്ടുണ്ട്. ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് വളരെ കാലത്തിന് ശേഷം വന്നിരിക്കുകയാണ്. അതും ഫുള്ളി ഒരു ഭക്തിഗാനം. മാപ്പിളപ്പാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഫുൾ ഭക്തിഗാനം ലെവലിൽ പാട്ട് പാടിയിരിക്കുന്നത്. മറ്റേ ആൽബങ്ങളിലൊക്കെ 1 or 2 ഭക്തിഗാനങ്ങളുള്ള ടൈമിൽ ഇതിൽ ഫുൾ ഭക്തിഗാനം, അതും ഇത്രയും ഹൈ ഓർക്കസ്ട്രേഷനിൽ ചെയ്തിരിക്കുന്ന ആദ്യത്തെ വർക്കാണ്. പുതിയ തലമുറയിലുള്ള ആൾക്കാരും പഴയ തലമുറയിലുള്ള ആൾക്കാരും ഇതിൽ പാടിയിട്ടുണ്ട്. അത് ഒരു വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഷാഫി വർക്ക് ചെയ്തതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആൽബം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേൾക്കണം എന്നുള്ള ഇതിൽ കേൾക്കണം. നന്ദി, നമസ്കാരം. ഒട്ടകമേട്ടിൽ സ്വപ്നമുറുക്കും പ്രിയ സോദരർക്ക് അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. തീർച്ചയായിട്ടും അല്ലാഹ് ഖൈർ ചെയ്യട്ടെ എന്ന് തന്നെ പറയാം. ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു ഞാൻ. കാരണം പ്രവാസികളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അന്നത്തെ എൻ്റെ അനുഭവങ്ങളും എന്നോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ അനുഭവങ്ങളും ഇന്നും ഒരുപാട് കഷ്ടത അനുഭവിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിതം ത്യജിക്കുന്ന നല്ല മനസ്സുള്ള പ്രവാസികൾക്ക് വേണ്ടി ഞാൻ എഴുതി ട്യൂൺ ചെയ്ത് പാടിയിട്ടുള്ളൊരു പാട്ടാണ് താജ്ദാരെ മദീന എന്ന നമ്മുടെ ഈ ഒരു സംഗീത സംരംഭത്തിന് വേണ്ടി. ഇത് മലയാളത്തിന് പുതിയൊരു അറിവായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊരു നല്ല രീതിയിലുള്ള വരവേൽപ്പ് നിങ്ങൾ അതിനു വേണ്ടി നൽകും എന്നും എൻ്റെ പ്രതീക്ഷകളിലുണ്ട്. ഇതൊരു ടീമിൻ്റെ ഒരുപാട് കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലം എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംരംഭം ഉണ്ടായത്. സലാം ഓതിരാം എന്ന റസൂലിൻ്റെ ഒരു മദ്ഹ് പാടിക്കൊണ്ടാണ്. ഷെരീഫ് ഖാൻ എന്ന് പറയുന്ന ഗായകൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടി തല്ലും പിടി ഉണ്ടാക്കിയിട്ട് സ്റ്റേജിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഷെരീഫ് ഖാൻ എന്ന് പറയുന്ന വലിയ അതുല്യ പ്രതിഭയുടെ മുന്നിൽ തന്നെയാണ്. അദ്ദേഹം എന്നും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ കമ്പോസ് ചെയ്ത് എഴുതിയിട്ടുള്ള എൻ്റെ ഏറ്റവും നല്ല പാട്ടുകൾ പാടിയിട്ടുള്ള ഷെരീഫ് ഖാനാണ്. അന്ന് ആദ്യമായിട്ട് അദ്ദേഹം ആ വർക്കിൽ റസൂലിനെ കുറിച്ചൊരു പാട്ട് പാടി. പിന്നീട് ഞാൻ മരണത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പാട്ടുകൾ ചെയ്ത സമയത്തൊക്കെ ഷെരീഫ് ഖാൻ എൻ്റെ ഒരു ആർത്തിയായിരുന്നു. ഇങ്ങനത്തെ ഒരു വർക്ക് കിട്ടിയാൽ ഉടനീളം ഭക്തിഗാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ മദ്ഹുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഉറുദു മലയാളം ഈ ഖവാലി എന്ന് പറയുന്നത് സർവ്വ ശബ്ദവും ഊർജ്ജവും സമർപ്പിച്ചുകൊണ്ട് സൂഫി സംഗീതത്തിൻ്റെ വഴിയിൽ ഉണ്ടായി വരുന്ന ഒരു പ്രത്യേക സംഭവമാണ്. അത് നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ നാട് ആന്ധ്രയിലാണ്. അവിടെ വിജയവാഡ ഞാൻ ചെല്ലാറുള്ള സമയത്തൊക്കെ ഈ ഖവാലി ദർഗകളിലൊക്കെ കാണാറുണ്ട്. എൻ്റെ പാട്ടുകൾ വാങ്ങുന്ന ഓഡിയൻസിന് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള ആളുകളാണ് എൻ്റെ പാട്ടുകളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്, കാശ് കൊടുത്ത് CD വാങ്ങിക്കുന്നതൊക്കെ. അപ്പോൾ അവർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനത്തെ പ്രൊഡ്യൂസറും കൂടെ കിട്ടണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ അവർക്ക് വലിയൊരു നന്ദി പറയുന്നു.
ക്ഷമയോടുകൂടി ഞാനെന്താണോ മനസ്സിൽ കാണുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഏറ്റെടുത്ത് അതിന് ആത്മാവും ജീവനൊക്കെ കൊടുത്ത് നല്ലൊരു പാട്ടാക്കി മാറ്റുന്നത് ശശിയേട്ടനാണ്. അദ്ദേഹത്തിനും വലിയൊരു നന്ദി എൻ്റെ ഭാഗത്തുനിന്ന്, നമ്മുടെ ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്, ശ്രോതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. താജ്ദാരേ മദീന യാ റസൂലേ അസ്സലാം ഇങ്ങനെ ഞാൻ പാടിക്കൊടുത്തപ്പോൾ നേരെ മേലെ അത് അതിൻ്റെ വൃത്തിക്ക് പാടി വെച്ച് ഷെരീഫ് ഖാക്ക് പാടാനുള്ള പാട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആ ആവേശത്തോടു കൂടി ഏകദേശം ഷെരീഫ് ഖാൻ്റെ അത്രയും എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം ആ പ്ലാൻസൊക്കെ ഇട്ടുകൊണ്ട് പാടിയത് എൻ്റെ അൻസാറാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ അവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ പറയുന്ന ആ പ്രശംസ വാക്കുകളാണ്. തെറ്റുണ്ടെങ്കിലും പ്രശംസയായിട്ട് ഞാൻ എടുക്കും. കാരണം അടുത്തതിൽ ആ തെറ്റ് തിരുത്താൻ വേണ്ടി ഇപ്പം കിട്ടിയിരിക്കുന്ന ഇത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് സ്റ്റുഡിയോയിൽ ഇത് കേട്ടിരിക്കുന്ന ആളുകൾ പാടാൻ വന്ന സമയത്ത് വരും വരെ എന്നെ ഷാഫി എഴുതുന്ന പാട്ടല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രണയവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഇപ്പം ഭക്തിഗാനം എഴുതിയാലും എത്രത്തോളം ഉണ്ടാവും. അപ്പം വലിയൊരു പിന്നെ താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ എന്താ പറയുക ജീവിക്കുന്ന വിസ്മയ കഥാപാത്രങ്ങളിൽ ഞാൻ അത്ഭുതത്തോടെ ഞാനും നിങ്ങൾ നോക്കിക്കാണുന്ന ശബ്ദത്തിലുണർമ്മ എരഞ്ഞോളി മൂസ സാഹിബ്. അദ്ദേഹത്തെ പാടാൻ വിളിച്ചാൽ പുതിയ ട്രെൻഡിലെ ഇത്തരം പ്രണയപ്പാട്ടുകളോടോ ഒന്നും അധികം താല്പര്യമില്ലാത്തൊരു വ്യക്തിയായതുകൊണ്ട് വിളിച്ചാൽ വരുമെന്ന് പോലും പേടിച്ചിരുന്ന ഞാൻ. പക്ഷേ നമ്മളൊക്കെ വിശ്വാസം തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി വരുമ്പം പക്ഷേ ഇത്ര പ്രതീക്ഷയില്ലായിരുന്നു എന്ന് എന്നോട് പാടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് പ്രോത്സാഹന വാക്കുകൾ എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞ് ഞാൻ ആ വാക്കുകൾ എന്ന അവാർഡ് ഞാൻ സ്വീകരിച്ചു. അതുപോലെ ഷെരീഫ് ഖയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പാടിയിരിക്കുന്ന ഓരോ സിംഗേഴ്സും എൻ്റെ കൂടെ സ്റ്റേജിൽ പാടുന്ന ഇളയ നിലയിൽ മുമ്പ് പാടിക്കൊണ്ടിരുന്ന റമീസ്, ആസിഫ് കാപ്പാട് ഇപ്പോൾ ടി വിയിലൊരു മത്സര പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആസിഫിനെ പോലെ ഒരാൾ അള്ളാഹു താല കനിഞ്ഞരളിയ ശബ്ദത്തിനുടമയാണ്. പിന്നെ ഇതിലെ പാട്ടുകൾ ഓരോന്നും ഓരോ വിഷയങ്ങളാണ്. നമ്മൾ രണ്ട് പാട്ടുകൾ ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽഗുണങ്ങളെക്കുറിച്ച് പറയുന്ന പിന്നെ ആദിയോൻ ആദരിത്തെ എന്നാരംഭിക്കുന്ന പാട്ട്. താജ്ദാരേ മദീന എന്ന ഷെരീഫ് ഖ പാടിയിരിക്കുന്ന പാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ സലാത്ത് ചൊല്ലിക്കൊണ്ടും അതുപോലെ അദ്ദേഹത്തെ വാഴ്ത്തി പാടുന്ന രൂപത്തിലുള്ളൊരു സബ്ജക്റ്റാണ്. മരണം അത് നമുക്കെല്ലാവർക്കും വന്ന് ഭവിക്കാനുള്ളതാണ്. പറയാതെ ഒരു നാളിൽ മരണം വരും, വിളിക്കാത്ത വിരുന്നുകാരനെ പോലെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് മൂസക്ക പാടിയിരിക്കുന്നത്. ഞാനും അതിൽ ഏറ്റുപാടിയിട്ടുണ്ട്. പിന്നെ ഉള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിരിയുന്ന ആ സമയത്തുള്ളൊരു വിഷയം. പിന്നെ ഔലിയാക്കന്മാരിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനും സുൽത്താനുൽ ഹിന്ദ് ഔലിയ ഖാജ മുഹീനുദ്ദീനുൽ ജിസ്തി അജ്മീരി, അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള പാട്ടാണ് ഖാജ എന്നാരംഭിക്കുന്ന പാട്ട് ആസിഫ് പാടിയിരിക്കുന്നത്. അങ്ങനെ കുറേ നല്ല വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ പിന്നെ കുതിരത്തുകളെക്കുറിച്ച് പറയുന്ന ഒരു പാട്ട് അല്ലാ അഖിലമൈത്തവനേ അങ്ങനെ തുടങ്ങുന്നൊരു പാട്ടുണ്ട് ഷെരീഫ് ഖ പാടിയിരിക്കുന്നത്. 6 ദിനം കൊണ്ട് ഈ പ്രപഞ്ചവും അതിലുള്ള മുഴുവനും സൃഷ്ടിച്ച് അർശിലമർന്ന അള്ളാഹു ഏകനായ അള്ളാഹുവിൻ്റെ ആ ഒരു മഹാസംഭവത്തെക്കുറിച്ച് ശരിക്കും ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വിഷയം തന്നെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ പോകുന്നു താജ്ദാരേ മദീന. ഈ ഒരു ട്രെൻഡിനെ എല്ലാവരും സ്വീകരിക്കുക എന്ന വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട്. എല്ലാവിധ വിജയാശംസകളും ഇതിൻ്റെ ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഞാൻ നേരുന്നതോടൊപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിനും പ്രാർത്ഥന ഇത് വിജയിച്ച് കിട്ടണേ, ഇത് ജനങ്ങൾ സ്വീകരിക്കണേ, അതാണല്ലോ വിജയം, സ്വീകരിക്കണേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും റമദാനാണ് വരാൻ പോകുന്നത്. റമദാനിൽ നമുക്ക് കൂടുതൽ കാതിനും കണ്ണിനൊക്കെ ഭക്തിസാന്ദ്രമായ കാഴ്ചകളും കേൾവിയാണ് വേണ്ടത്. അത് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു എന്ന വിശ്വാസം, ഒരു സംതൃപ്തി എനിക്കുണ്ട്. അങ്ങനെ ആയിത്തീരട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയാശംസകളും ഇതിൽ നേരുന്നു.